welcome to IIT JAM Chemistry 2023 question paper solving video series. I have already discussed 5 video series in which question number 1 to question number 30 are discussed. Here going to solve question number 31 to question number 40. Each question carry 2 marks, means each question has more than one options as correct. YouTube video link is question number 1 to question number 30 is this. If you want, please visit it. In this section we are going to solve question number 31 to question number 35. Let's go. The 31st question is correct statement about Q and R. ഇവിടെ രണ്ട് ഇക്വേഷൻസ് രണ്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സൈക്ലോഹെക്സേൻ ഡെറിവേറ്റീവ്. നമുക്ക് ഇവിടെ രണ്ട് OH ഗ്രൂപ്പ് ഈസ് ഓറിയന്റിങ് ടു ദ സെയിം പ്ലെയിൻ. These butyl groups are also orienting the same plane. പറഞ്ഞാൽ ഈ രണ്ട് ഫസ്റ്റ് കാർബണിലെയും സെക്കൻഡ് കാർബണിലെയും OH groups are orienting to the same direction, means this is cis alcohol, cis diol. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ സെയിം റിയാക്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ്. ഹിയർ OH എബോവ് പ്ലെയിൻ ആണെങ്കിൽ ഹിയർ OH ബിലോ പ്ലെയിൻ ആണ്. നിങ്ങൾക്ക് ആ ബോണ്ട് നോക്കിയാൽ മനസ്സിലാവും, ഹാർഡ് ബോണ്ടും ഡോട്ടഡ് ബോണ്ടും. അപ്പോൾ ഇത് സിസ് 1,2 ഡയോൾ ആണ്, ഇത് ട്രാൻസ് 1,2 ഡയോൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സിസ് 1,2 ഡയോൾ എടുക്കാം. സിൻസ് 1,2 ഡയോൾ എടുത്തു കഴിഞ്ഞാൽ ഓൺ ട്രീറ്റിംഗ് വിത്ത് വാട്ടർ, ഓൺ ട്രീറ്റിംഗ് വിത്ത് ആസിഡ്, H3O+ മീൻസ് ആസിഡ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലോൺ പെയർ ഓൺ ഓക്സിജൻ is donated to H+ and it is converted into H2O+. then H2O+ ഇവിടെ നിന്ന് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നെക്സ്റ്റ് കാർബണിലത്തെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള OH അല്ല, അതിന് ഈ OH ഗ്രൂപ്പിന്റെ ആന്റി പൊസിഷനിലുള്ള മിഥൈൽ ഗ്രൂപ്പ് with its bonded pair of electron is shifted to the carbon in which water molecule is eliminated, and we are getting this type of intermediate. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ in this intermediate the carbon which contain OH group has a positive charge. അപ്പോൾ നെക്സ്റ്റ് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ, lone pair on oxygen is shifted in this direction. അപ്പോൾ ഓക്സിജൻ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് വരും. ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ the hydrogen attached to oxygen is liberated as H+, acid elimination, and എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വരും, C ഡബിൾ ബോണ്ട് O. ഈ റിയാക്ഷൻ നത്തിങ് ബട്ട് പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ് ആണ്, വരുന്നില്ല. അപ്പോൾ 1,2 ഡയോൾ ഓൺ ആസിഡ് ട്രീറ്റ് ചെയ്ത് 1,2 ഡയോളിനെ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ കീറ്റോൺ പിനക്കോളോൺ. ഇതാണ് Q എന്നുള്ള പ്രോഡക്റ്റ്. അതിന് നെക്സ്റ്റ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഇത് സിസ് ഡയോൾ ആണ്, ഇവിടെ നമ്മൾ ട്രാൻസ് ഡയോൾ എടുക്കുന്നത്. ട്രാൻസ് ഡയോൾ എടുത്തിട്ട് when trans diol is treating with H+, first step is same as that of the same step ആണ്. one of the oxygen is donating its electron density to H+. ലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യും. സപ്പോസ് ഇത് ഫസ്റ്റ് കാർബണിലാണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് H+ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ട് H2O+ ആവും. ദെൻ വാട്ടർ ഈസ് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ ആൻറ്റി പൊസിഷനിലെ ബോണ്ടാണ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആൻറ്റി പൊസിഷനിലുള്ള ബോണ്ട് എന്ന് പറയുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് അല്ല, ഈ നമ്മൾ സൈക്ലോഹെക്സേന് നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 5, 6 ബോണ്ട് കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പം 6th കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. 6th കാർബണിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്, ആ OH ഗ്രൂപ്പുള്ള കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നമ്മൾക്ക് സൈക്ലോഹെക്സേൻ സൈക്ലോപെൻറ്റേൻ ആവും. ഇവിടെ ഫസ്റ്റ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് അവിടെ തന്നെയുണ്ട്. 5th 6th ബോണ്ട് ഇവിടെ റിങ്ങിന്റെ ഷോർട്ടനിങ് നടക്കുന്നുണ്ട്. 6th കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 6th കാർബണിൽ OH ഉണ്ട്, 6th കാർബണിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കീറ്റോൺ ആണ് കിട്ടുക. ദിസ് ഈസ് R. അപ്പോൾ നമ്മൾക്ക് Qയും Rയും കിട്ടി. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്, ബോത്ത് Q ആൻഡ് R ഗിവ്സ് പോസിറ്റീവ് ഫെലിങ്സ് ടെസ്റ്റ്. എപ്പോഴും ഫെലിങ്സ് ടെസ്റ്റ് തരിക ആൽഡിഹൈഡ് ആണ്, കീറ്റോൺ തരില്ല. അപ്പോൾ ദാറ്റ് ഓപ്ഷൻ ഈസ് റോങ്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്ക്, Q gives a positive iodoform test. Q positive iodoform test. ഇതാണ് Q positive iodoform test. പോസിറ്റീവ് iodoform test തരണമെങ്കിൽ the compound should contain CH3CO group or CHOH group.
ക്യൂവിൽ CH3CO ഗ്രൂപ്പും ഇല്ല, CHOH സെക്കൻഡറി ആൽക്കഹോളിക് ഗ്രൂപ്പും ഇല്ല. അപ്പോൾ ക്യൂ ഗിവ്സ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ റോങ്. ക്യൂ ഡസ് നോട്ട് ഗിവ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ്. നിങ്ങൾ സി നോക്ക്. സിയുടെ ഓപ്ഷൻ പറയുന്നത് ആർ ഗിവ്സ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് H1NMR സ്പെക്ട്ര തന്നത്. അപ്പോൾ ആർ പറഞ്ഞാൽ ഇതാണ് ആർ, അതിൽ CH3CO ഗ്രൂപ്പ് ഉണ്ട്, മീൻസ് ഇറ്റ് ഗിവ്സ് പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ്. അത് കറക്റ്റാണ്. സെക്കൻഡ് പോസിറ്റീവ് ഐഡോഫോം തരുന്നുള്ളത് കറക്റ്റാണ്. ഇനി ഇവിടെ CH3 നോക്കുകയാണെങ്കിൽ 2 CH3 ഉണ്ട്. ഇവിടെ ഈ CH3 ഈസ് അറ്റാച്ച്ഡ് ടു CO ഗ്രൂപ്പ്, വേറൊരു കാർബണിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാത്ത ഒരു CH3 ഉണ്ട്. ഇവിടെ ഈ CH3 ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. ഇവിടെ CH3 ഗ്രൂപ്പ് കാർബൺ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് അല്ല, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വെൻ എ CH3 ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എൻ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്, ഇത് ഡൗൺ ഫീൽഡിലേക്കാണ്. അറ്റാച്ച് ചെയ്യാത്ത CH3 ഗ്രൂപ്പ് ഇൻ H1NMR സ്പെക്ട്രോസ്കോപ്പിൽ അപ്പ് ഫീൽഡിലേക്കാണ്. അപ്പോൾ ഇവിടെ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. 2 CH3 ഗ്രൂപ്പിൽ ഒന്ന് അപ്പ് ഫീൽഡിൽ കാണും, ഒന്ന് ഡൗൺ ഫീൽഡിൽ കാണും. രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ Option D. A bright yellow precipitate is formed when Q and R are treated separately with 2,4-dinitrophenyl hydrazine. 2,4-dinitrophenyl hydrazine is nothing but Bosch's reagent. Aldehyde and ketone in ഒരു ടെസ്റ്റ് ആണ്. Both aldehyde and ketone on reaction with the Bosch's reagent yield an yellow precipitate. അപ്പോൾ that is also correct. The answer is C and D. C and D. അപ്പോൾ നിങ്ങൾ ഈ 2 ആൻസറും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. സി ആൻഡ് ഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ആൻസർ മാത്രമായിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്. ദ pKa ഓഫ് സിസ് സൈക്ലോഹെക്സേൻ 1,3 ഡയോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ് ഐസോമർ. അപ്പോൾ സൈക്ലോഹെക്സേൻ സിസ് ഇതാണ് 1,3 ആണ്. 1,3 പൊസിഷനിൽ ഡയോൾ സൈക്ലോഹെക്സേൻ. അപ്പോൾ നമ്മൾക്കറിയാം സൈക്ലോഹെക്സേൻ ഇങ്ങനെയല്ലേ ഇരിക്കുക, ചെയർ ഫോമിലായിരിക്കാം. അപ്പോൾ സിസ് ഫോമിലാകുമ്പോൾ രണ്ടും സെയിം ഡിറക്ഷനിലേക്കാണ് ഓറിയൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെയർ ഫോമിൽ സൈക്ലോഹെക്സേൻ വരച്ചിട്ടുണ്ട്. 1,3 പൊസിഷനിലുള്ളത് 2 OHും സെയിം ഡിറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കും, ഈ ഫസ്റ്റ് പൊസിഷനിലത്തെ OHും തേർഡ് പൊസിഷനിലത്തെ OHും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് H+ പോയി കഴിഞ്ഞാൽ H+ ഗിവിങ് സ്പീഷീസിനെ നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു OH H+ പോയി കഴിഞ്ഞാൽ ഇവിടെ O- വരും ഇല്ലേ? H+ പോയി കഴിഞ്ഞാൽ O- വരും. ഈ O- ഹൈഡ്രജൻ വന്നിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ചെയ്തിട്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യും. പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ഈസ് ഹൈലി സ്റ്റെബിലൈസ്ഡ് ബൈ ദിസ് ഹൈഡ്രജൻ ബോണ്ട്. പറഞ്ഞാൽ അയോണൈസേഷൻ പെട്ടെന്ന് നടക്കും. ആനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അത് മോർ സ്ട്രെങ്ത് കൂടിയ ആസിഡാണ്, സ്ട്രോങ്ങർ ആസിഡാണ്. ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിന് ലെസ് pKa വാല്യൂ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഇതാണ് സിസ്. അപ്പോൾ സിസിന് മോർ അസിഡിക് ആണെങ്കിൽ ലെസ് ആയിരിക്കും അതിൻ്റെ pKa വാല്യൂ. ഇനി ഇതാണ് ട്രാൻസ് പറയുമ്പോൾ ഒന്ന് എബോവ് പ്ലെയിനും ഒന്ന് ബിലോ പ്ലെയിനും ആണ്. ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഇത് മോർ സ്ട്രോങ് ആസിഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ pKa വാല്യൂ മോർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്ത ഓപ്ഷൻ തെറ്റാണ്. സിസ് സൈക്ലോഹെക്സൈൻ അല്ല ഗ്രേറ്റർ pKa വാല്യൂ, ട്രാൻസ് സൈക്ലോഹെക്സൈൻ ആണ്. അപ്പോൾ ദാറ്റ് ഓപ്ഷൻ ഈസ് റോങ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ദ ട്രാൻസ് 4 ടെർഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സാമിൻ ഈസ് മോർ ബേസിക് ദാൻ ഇറ്റ്സ് സിസ് ഐസോമർ. ഇതാണ് ഇത് എല്ലാം സൈക്ലോഹെക്സേൻ ഡെറിവേറ്റീവ് ആണ്. ഇത് സൈക്ലോഹെക്സേൻ ഡെറിവേറ്റീവ് ട്രാൻസ് 4th പൊസിഷനിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 4th പൊസിഷനിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ബൾക്കി ഗ്രൂപ്പായ കാരണം ഇത് എപ്പോഴും ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ് പ്രിഫർ ചെയ്യുക. ഫസ്റ്റ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വെച്ചു. അപ്പോൾ ഇത് ഇക്വിറ്റോറിയൽ പൊസിഷനാണ്. എനിക്ക് ഇതിൻ്റെ ഇത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് സിസ് ഐസോമർ രണ്ടും ഓറിയൻറ്റിങ് സെയിം ഡിറക്ഷൻ സിസ് ഐസോമർ വരച്ചു. ഇങ്ങനെ സിസ് ഐസോമർ വരയ്ക്കുമ്പം ഈ ഫസ്റ്റ് ഈ NH2 ഗ്രൂപ്പ് ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെ ഇത് ബേസ് ആവുന്നത്. അപ്പോൾ എത്ര ഈസി ആയിട്ട് ഇതിന് NH2 ഗ്രൂപ്പ് ലോൺ പെയർ ഓൺ നൈട്രജന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അത്രയും സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ ബേസിറ്റി. പക്ഷേ ഇൻ സിസ് ഐസോമർ ഇതാണ് സിസ്, രണ്ട് tertiary butylum NH2 is orienting on same direction. But in this case, cis isomer NH2 ഗ്രൂപ്പും
തേർഡ് കാർബണിലത്തെ ഹൈഡ്രജൻ ഗ്രൂപ്പും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഇൻട്രാക്ഷൻ ഈസ് നോൺ എസ് ദ 1,3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ വിച്ച് ഈസ് എ ഡീസ്റ്റബിലൈസിങ് ഇൻട്രാക്ഷൻ. ഫോർ ദിസ് കോമ്പൗണ്ട് ഈസ് സംവാട്ട് അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ഇനി നമ്മൾ ട്രാൻസ് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ടെർഷറി ബ്യൂട്ടൈലിനെ ഞാൻ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഫിക്സ് ചെയ്തു. അമിനോ ഗ്രൂപ്പ് ഈസ് ഓറിയൻറ്റിങ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ സച്ച്, കാരണം ഈ പ്ലെയിനിലൊന്നും ഹൈഡ്രജൻ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഹൈഡ്രജൻ വിച്ച് ഈസ് ഫാർ എവേ ഫ്രം ദിസ് അമിനോ ഗ്രൂപ്പ്. ദർ ഇസ് നോ സച്ച് 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ. അപ്പോൾ ഡീസ്റ്റബിലൈസിങ് ഫാക്ടർ ഇല്ല. ദിസ് കോമ്പൗണ്ട് ഇസ് സംവാട്ട് സ്റ്റേബിൾ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ദിസ് നൈട്രജൻ ക്യാൻ ഈസിലി ഡൊണേറ്റ്സ് ഇറ്റ്സ് ലോൺ പെയർ ടു ആസിഡ്. അപ്പോൾ ട്രാൻസ് വെറൈറ്റി ഈസ് മോർ ബേസിക് ദാൻ സിസ് വെറൈറ്റി. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സി, 2,6 ഡൈഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ സാലിസിലിക് ആസിഡ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ അറിയണം. ദിസ് ഈസ് ദി 2,6, ഇതാണ് 2,6 ഡൈഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. 2,6 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് മോർ അസിഡിക് ദാൻ സാലിസിലിക് ആസിഡ്. അപ്പോൾ അസിഡിറ്റി പറയാൻ ഈ COH അയോണൈസ് ചെയ്തിട്ട് CO- ആവും, H+ തരും. അപ്പോൾ മാത്രമേ ഇത് ആസിഡ് ആവും. അങ്ങനെ H+ പോയിട്ട് ഉണ്ടാവുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്, ഈ സ്പീഷീസിന് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ OHലത്തെ ഹൈഡ്രജൻ ബോണ്ടിങ് വന്നിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. റൈറ്റ് സൈഡിലത്തെ OHലത്തെ ഹൈഡ്രജനും വന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് വന്ന് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനിയോണിൻ്റെ സ്റ്റെബിലൈസേഷൻ ബൈ ബോത്ത് ദ ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ അയോണൈസേഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇത് നല്ലൊരു ആസിഡാണ്, ഇതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. ഇത് നമുക്ക് സാലിസിലിക് ആസിഡ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സാലിസിലിക് ആസിഡ്. അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ കിട്ടും. ബാക്കിയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആനിയോണിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒരു സൈഡിൽ മാത്രമേ OH ഗ്രൂപ്പ് ഉള്ളൂ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ബൈ ഓൺലി 1 ഹൈഡ്രോക്സി ഗ്രൂപ്പ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലൈസേഷന് ഉള്ളൂ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ 2 സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ 2,6 ഡൈഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ സാലിസിലിക് ആസിഡ്. ദാറ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്തത് 2,4,6 ട്രൈനൈട്രോ ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ 2,4,6 ട്രൈനൈട്രോ ബെൻസോയിക് ആസിഡ്. ഇതാണ് 2,4 ഡൈനൈട്രോ ഫിനോൾ, ഇതാണ് 2,4 ഡൈനൈട്രോ ബെൻസോയിക് ആസിഡ്. നോക്ക്, ബെൻസോയിക് ആസിഡ് പറയുമ്പോൾ COOH കുറച്ച് വലിയ ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് പറഞ്ഞാൽ കമ്പയർഡ് ടു COH ഇറ്റ് ഈസ് എ സ്മോളർ ഗ്രൂപ്പ്. അപ്പോൾ ഈ NO2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും കുറച്ച് ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ OH ഗ്രൂപ്പിന് ഈ NO2ൻ്റെ ഇടയിൽ നല്ല ഇതിന് ഇരിക്കാൻ പറ്റും. ഇറ്റ് എക്സ്പീരിയൻസ് ലെസ് സ്റ്റെറിക് hindrance from both the nitro groups. In the case of 2,4,6 in the case of 2,4,6 ട്രൈനൈട്രോബെൻസോയിക് ആസിഡ്, ഇവിടുത്തെ ബെൻസോയിക് ആസിഡ് ആകുമ്പോഴത്തേക്കും ഈ ബെൻസോയിക് ആസിഡിൻ്റെ COH ഗ്രൂപ്പിൻ്റെ സൈസ് കുറച്ച് കൂടുതലായ കാരണം ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് മോർ സ്റ്റെറിക് ഹിൻഡ്രൻസ്. എക്സ്പീരിയൻസ് ചെയ്യുക പറഞ്ഞാൽ ദിസ് കോമ്പൗണ്ട് ഇറ്റ് സെൽഫ് ഈസ് അൺസ്റ്റേബിൾ. കോമ്പൗണ്ട് ഇറ്റ് സെൽഫ് അൺസ്റ്റേബിൾ ആണെങ്കിൽ പിന്നെ അയോണൈസേഷൻ ഇല്ലല്ലോ. അപ്പോൾ 2,4,6 ട്രൈനൈട്രോഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ 2,4,6 ട്രൈനൈട്രോബെൻസോയിക് ആസിഡ്. ദാറ്റ് ഈസ് ആൾസോ കറക്റ്റ്. ഇവിടെ 4th പൊസിഷനിലും കൂടെ നൈട്രോ ഗ്രൂപ്പ് വേണം. ആ 2 സിമിലർ ആയതുകൊണ്ട് ഇവിടെ ഒമിറ്റ് ചെയ്തതാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. Next question number 33. The reaction, the yield of pH CH2 CH2 COOMe ester ഫോം ചെയ്യണം. pH CH2 CH2 COMe എന്നുള്ള എസ്റ്റർ ഇതിലേതെല്ലാം ഓപ്ഷൻസിലാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ pH CH2 Br. pH CH2 Br on reaction with the NaCN. NaCN പറഞ്ഞാൽ Na+Cn- on ionization. Then Cn- is attacking this carbon which bearing bromine. Substitution reaction is taking place. അപ്പോൾ Br- പോയിട്ട് അവിടെ Cn- അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് pH CH2 CN. ദിസ് pH CH2 CN ഓൺ ഹൈഡ്രോളിസിസ്, CN ഗ്രൂപ്പ് ഓൺ ഹൈഡ്രോളിസിസ് ചെയ്താൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു COH. അപ്പോൾ pH CH2 COH ആ കിട്ടുക. pH CH2 COH. ദിസ് pH CH2 COH ഓൺ റിയാക്ഷൻ വിത്ത് മെത്തനോൾ ചെയ്ത് കഴിഞ്ഞാൽ pH CH2 COOMe ഒരു CH2 മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അല്ല ഫസ്റ്റ് ഓപ്ഷൻ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല, അപ്പോൾ അത് റോങ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് PHCl COMe സോഡിയം മെത്തോക്സൈഡ്. എന്താ റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ സോഡിയം മെത്തോക്സൈഡിലത്തെ മെത്തോക്സൈഡ് Na+OMe-. ഈ മെത്തോക്സൈഡിൽ OMe ഗ്രൂപ്പ് വന്നിട്ട് ഇവിടുത്തെ PHCl CO
CH3-യിലത്തെ ഒരു പ്രോട്ടോണിന് ഈ മെത്തോക്സൈഡ് വന്നിട്ട് അബ്സ്ട്രാക്ട് ചെയ്യും. അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CH2- ഫോം ചെയ്യും. ഈ CH2- ഈ കാർബൺ വിച്ച് കണ്ടെയ്ൻ ക്ലോറിന് ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്തിട്ട് ക്ലോറിൻ ഇവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. 3 മെമ്പേർഡ് സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഈ 3 മെമ്പേർഡ് സൈക്ലിക് ഇൻ്റർമീഡിയറ്റിൽ അഗെയിൻ ദ മെത്തോക്സൈഡ് ആനിയോൺ ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യും. O- പിന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് ടു കാർബൺ ഓക്സിജൻ ബോണ്ട്. ദെൻ ദിസ് റിംഗ് ഈസ് ഓപ്പൺഡ്. ദിസ് ഈസ് ഷിഫ്റ്റഡ് ടു ദിസ് CH2-. And finally, on rearranging and acidification, we are getting PHCH2 CH2COOMe, which is the product. അപ്പോൾ answer B is the correct. This reaction is nothing but Favorsky reaction ആണ്. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ PHCH2COOCl ഡയറക്റ്റ് PHCH2CO CH2Cl അപ്പോൾ സോഡിയം മെത്തോക്സൈഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ PH ഉണ്ട്, CH2 ഉണ്ട്, CO ഉണ്ട്, OMe CH2COOMe ഉണ്ട്. നെക്സ്റ്റ് ഡി പറയുമ്പോൾ PHCOH കാർബണൽ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നത്. COHും കാർബണൽ ക്ലോറൈഡും ആണെങ്കിൽ ആസിഡും കാർബണൽ ക്ലോറൈഡും റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് ക്ലോറൈഡ് ഫോം ചെയ്യും. ദിസ് ആസിഡ് ക്ലോറൈഡ് ഡൈസോമീഥേൻ റിയാക്ട് ചെയ്യുമ്പം ക്ലോറിൻ പോയി കഴിഞ്ഞിട്ട് അവിടെ COCH2N2 ഇൻസേർട്ട് ചെയ്യും. വൂൾഫ് റീഅറേഞ്ച്മെൻ്റ് ആണിത്. ഈ COCH2 എഴുതി കഴിഞ്ഞാൽ ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് PHCH2CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O കിട്ടും. വിച്ച് ഓൺ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ PH2CH2COOH കിട്ടും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് B, C and D. Correct options of the reagent required for the following reaction. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്. ഈ കോമ്പൗണ്ട് കിട്ടണം. ഏതൊക്കെയാണ് റിയേജൻ്റ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ട്രൈ ഈഥൈൽ ബോറോൺ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ടെട്രാഹൈഡ്രോഫ്യൂറൻ. ഇത് ഈ ഒരു റിയേജൻ്റ് ഞങ്ങൾ ടെട്രാഹൈഡ്രോഫ്യൂറൻ സോൾവെൻ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രസൻസിൽ ഈഥൈൽ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. ഈഥൈൽ റാഡിക്കൽ ജനറേറ്റ് ചെയ്യുമ്പം ഇത് ഒരു ആൽഫാബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണാണ്. ആൽഫാബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിൻ്റെ 4th പൊസിഷനിൽ ഇപ്പോൾ നമ്മുടെ അൺസാച്ചുറേഷൻ മാത്രം നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 4th പൊസിഷനിൽ ഈഥൈൽ റാഡിക്കൽ അറ്റാക്ക് ചെയ്യും. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ വരും. പിന്നെ ഇത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് ഉണ്ടായിക്കോളും. പറഞ്ഞാൽ ദിസ് ഓപ്ഷൻ എ ഗിവ്സ് ദ പ്രോഡക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ബി പറഞ്ഞാൽ ഗിൽമാൻസ് റിയേജൻ്റ് ആണ്. ഡൈഇഥൈൽ കോപ്പർ ലിഥിയം ഈസ് ദി ഗിൽമാൻസ് റിയേജൻ്റ്. ഗിൽമാൻസ് റിയേജൻ്റ് എപ്പോഴും 1,4 അഡീഷൻ ആണ് തരിക. അപ്പോൾ ഇവിടെ ഈഥൈലാണ് ആൽക്കൽ ഗ്രൂപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഈഥൈൽ റാഡിക്കൽ ഫോം ചെയ്യും, ഈഥൈൽ ആനയോൺ ഫോം ചെയ്യും. ഈഥൈൽ ആനയോൺ എഗെയിൻ അറ്റാക്കിംഗ് അറ്റ് ദി 4th പൊസിഷൻ. യു ആർ ഗെറ്റിംഗ് ദി സെയിം പ്രോഡക്റ്റ്. അപ്പോൾ ദ ഓപ്ഷൻ ബി ഈസ് ആൾസോ കറക്റ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് സി ഈസ് ഈഥൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് വിച്ച് ഈസ് Grignard reagent. Grignard reagent always prefer 1-2 addition. കാർബണിൽ ഗ്രൂപ്പിലാണ് Grignard reagent അഡീഷൻ നടക്കാം. ഈഥൈൽ ഗ്രൂപ്പ് ഈ കാർബണിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ്. ഓപ്ഷൻ സി ഈസ് ഇൻകറക്റ്റ്, റോങ്. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയിൽ ബ്യൂട്ടൈൽ ലിഥിയാണ്. ബ്യൂട്ടൈൽ ലിഥിയം ഈസ് Li+Bu-. അപ്പോൾ Li+Bu- ഉള്ളത് ഇറ്റ് ഈസ് അബ്സ്ട്രാക്റ്റിംഗ് പ്രോട്ടോൺ. അബ്സ്ട്രാക്റ്റിംഗ് പ്രോട്ടോൺ പറയുമ്പോൾ മോസ്റ്റ് അസിഡിക് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യുക. മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 5th കാർബണിലത്തെ ഹൈഡ്രജൻ കാർബണിൽ ഗ്രൂപ്പിൻ്റെ ആൽഫ പൊസിഷനിലത്തെ ഹൈഡ്രജൻ ആയിരിക്കും മോസ്റ്റ് അസിഡിക്കും. ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ബോണ്ട് ഇല്ല. കാരണം ഈ സൈഡിലത്തെ 5th കാർബണിലത്തെ ഹൈഡ്രജൻ is most acidic. Then butyl lithium is abstracting this acidic hydrogen and negative charge is coming this 5th position and ethyl group is attacking this carbon. Panel we are not getting the product. Therefore the option D is also incorrect. അപ്പോൾ നമ്മുടെ ആൻസർ എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. ദ റിയാക്ഷൻസ് ദാറ്റ് ഈൽഡ് 1 നാഫ്തോൾ ആസ് ദ മേജർ പ്രോഡക്റ്റ് ആർ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലിഥിയം
in magnesium. Lithium in mercury ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ we are getting benzene intermediate. This benzene intermediate on reaction with furan ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇവിടെ 1 2 3 4 1 2 1 2 3 4 4 കാർബൺ, ഇവിടെ 1 2 കാർബൺ. ഇപ്പോൾ 4+2 സൈക്ലോ അഡീഷൻ. ഡീൽസാൾട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് 6 മെമ്പേർഡ് റിങ് കിട്ടാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 6 മെമ്പേർഡ് റിങ് ഉണ്ട്, ഫ്യൂസ് ആയിട്ടൊരു 6 മെമ്പേർഡ് റിങ് കിട്ടും. അതിലൊരു ഡബിൾ ബോണ്ട് വരും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് കാർബണിലും സെക്കൻഡ് കാർബണിലും ഓക്സിജൻ ലിങ്കേജ് ഉണ്ട്. ഇതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ OH ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ ബോണ്ടിങ് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ പൊസിഷനിലാണ് ഈ റിങ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1 ആൽക്കഹോൾ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഫോർ ദ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ദ റിയേജൻറ്റ് ഈസ് സിങ്ക് അമാൽഗം ഇൻ HCl വിച്ച് ഈസ് ദി ക്ലമൻസൺസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലമൻസൺസ് റിഡക്ഷനിൽ നടക്കുക CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു CH2. അപ്പോൾ ഇവിടെ CO ഗ്രൂപ്പ് ഉണ്ട്. ഓൺ ക്ലമൻസൺ റിഡക്ഷൻ ദി CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു CH2. അപ്പോൾ ഇവിടെ എവിടെയും OH ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ദിസ് ബി ഈസ് നോട്ട് ഗിവിങ് 1 നാഫ്തോൾ. ആൻഡ് തേർഡ് ഓപ്ഷൻ ഈ കോമ്പൗണ്ട് വിച്ച് ഈസ് ട്രീറ്റിംഗ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഇത് COO മൈനസ് ആണ്. ഇവിടെ നിന്ന് H+ വരും. ഇത് വേണമെങ്കിൽ നമുക്ക് അയോണൈസ് ചെയ്യുന്ന പോലെ കാണിക്കാം. അയോണൈസ് ചെയ്യുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ H+ റിലീസ് ചെയ്യുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ, H+ അറ്റാക്ക് ചെയ്യുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ H+ വരും. ഈ ഡബിൾ ബോണ്ട് O ആണ്, H+ വരും. അപ്പോൾ H2O COOH പോവും. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു CO കാർബണിൽ ഗ്രൂപ്പ് വരും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ 1 നാഫ്തോളിൻ്റെ സ്കെലിട്ടൺ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ COOH ഇവിടെ CO, ഇവിടെ ഒരു OH ഉണ്ട്, H2O പോവും. ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്. C ഡബിൾ ബോണ്ടോ ആണ്, OH ആണ്. ഇവിടെയാണ് OH ഉള്ളത്. OHും H+ഉം വാട്ടർ അബ്സ്ട്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ചാർജ് വരും. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ O- വരും. നമ്മളിതൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 നാഫ്തോൾ ടോട്ടോമറൈസേഷൻ നടക്കും. ടോട്ടോമറൈസേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 1 പൊസിഷനിൽ, ഇപ്പോൾ ഇത് ഈ ഫസ്റ്റ് കാർബണിലാണ് ഈ ഓക്സിജൻ ഉള്ളത്. അപ്പോൾ 1 2 3 4th കാർബൺ. അപ്പോൾ ഇവിടുന്നുള്ള ഡയറക്റ്റ് ബോണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാർബണിൽ തന്നെ OH ഉള്ളത്. അപ്പോൾ ദിസ് ഈസ് ആൾസോ ഗിവിങ് ദി പ്രൈമറി 1 നാഫ്തോൾ. അപ്പോൾ ദ ആൻസർ സി ഈസ് ആൾസോ കറക്റ്റ്. ആൻഡ് ആൻസർ ഡി നോക്കുകയാണെങ്കിലും ഡി മെറ്റാക്ലോറോപ്പർ ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ an oxygen is inserted in between കാർബൺ ആൻഡ് നെക്സ്റ്റ് കാർബൺ. അപ്പോൾ ഈ കാർബണിലെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, റിങ്ങിൻ്റെ ഇടയിലുള്ള കാർബണിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾക്ക് OCO-CH3 കിട്ടും. വിച്ച് ഓൺ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രോളൈസ് ചെയ്യും, OH കിട്ടും. വിച്ച് ആൾസോ ഗിവിങ് 1 നാഫ്തോൾ. അപ്പോൾ ദ ആൻസർ ഡി ഈസ് കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആർ കറക്റ്റ്. താങ്ക് യു.